നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ആദ്യപാദ മത്സരങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പോൾ അതിലെ മികച്ച താരത്തെ യുവേഫ ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മികച്ച താരത്തിനായിട്ട് പരിഗണിച്ചിരുന്നത് കിച്ച കവാറഡ്സ്കേലിയ, മൈക്കൽ ഒലീസെ, ഹുലിൻ ആൽവാരസ്, ഫെഡറിക്കോ വാൽവെർദെ എന്നിവരെയായിരുന്നു. ഇതിലിപ്പോൾ ഫൈനൽ റിസൾട്ട് പുറത്തുവിടുമ്പോൾ മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഫെഡെ വാൽവെർദെയാണ്. ഹുലിൻ ആൽവാരസിനെ പിന്തള്ളിയിരിക്കുന്നു, കിച്ച കവാറഡ്സ്കേലിയെ പിന്തള്ളിയിരിക്കുന്നു, മൈക്കൽ ഒലീസയെ പിന്തള്ളിയിരിക്കുന്നു. ഒലീസ മികച്ച പ്രകടനമാണ് ബയൺ മ്യൂണിക്കിനായിട്ട് ആറ്റലാന്റയ്ക്കെതിരെ നടത്തിയിരുന്നത്. താരം ഇപ്പോൾ ഈ പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരത്തിനുള്ള ലിസ്റ്റിലും 4ാം സ്ഥാനത്താണ് വരുന്നത്. അതേസമയം കിച്ച കവാറഡ്സ്കേലിയ ചെൽസിക്കെതിരെ ഇരട്ട ഗോളുകളുമായിട്ട് മികച്ച പ്രകടനമാണ് PSG വേണ്ടി നടത്തിയത്. അദ്ദേഹം 3ാം സ്ഥാനത്ത് വന്നപ്പോൾ ഹുലിൻ ആൽവാരസ് ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റുമായിട്ട് മികച്ച പ്രകടനമാണ് ടോട്ടൻഹാം ഹോട്ട്സ്പറിനെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി നടത്തിയത്. അദ്ദേഹമാണ് 2ാം സ്ഥാനത്ത്. അപ്പോൾ അദ്ദേഹത്തെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് 1ാം സ്ഥാനത്ത് ഫെഡെ വാൽവെർദെയാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ റയൽ മാഡ്രിഡിൻ്റെ 3 ഗോളുകളുടെ വിജയത്തിലും 3 ഗോളുകളും നേടി മിന്നിക്കത്തിയത് ഫെഡെ വാൽവെർദെയായിരുന്നു. ആ ഫെഡെയാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പ്ലെയർ ഓഫ് ദി വീക്ക് ആയിട്ട് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.